പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഐസെറ്റ് എക്സാം നമുക്കറിയാം IIME കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്കോളർഷിപ്പ് എക്സാമാണ് ഐസെറ്റ് എക്സാം. 2024 UKGയിൽ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൾറെഡി നമ്മൾ ഇതിൻ്റെ 2 പാർട്ടുകൾ UKG 2024 ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരെ അതിൻ്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് നമുക്കിനി നോക്കാനുള്ളത്. നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻസ് കാര്യങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ക്വസ്റ്റ്യൻ കിട്ടും. ടിക്ക് ബിലോ ദ കറക്റ്റ് ഇമേജ്, അതായത് താഴെ കുറച്ച് ഇമേജസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രങ്ങൾക്ക് അനുസരിച്ച് അതോടെ ഒരു നെയിംസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ, നെയിംസും കാണുന്നുണ്ടോ? ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ നോക്ക്. ഓക്കെ, ഇവിടെ എന്ത് കാണുന്നുണ്ട്? നിങ്ങൾ ഇവിടെ കുറച്ച് നെയിംസ് കാണുന്നുണ്ട് അല്ലേ, നെയിംസ് കാണുന്നുണ്ട്. ഈ നെയിംസിനനുസരിച്ച് ഈ പിക്ചറിൽ ഏതാണുള്ളത് അതിനനുസരിച്ച് നിങ്ങളത് ടിക്ക് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ എന്താണ് കൊടുത്തിട്ടുള്ളത്? പോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പോട്ടിനനുസരിച്ച് ഏതാണ് അതിൽ പോട്ടുള്ളത്, ഫസ്റ്റ് കൊടുത്തിട്ടുള്ള പിക്ചേഴ്സിൽ ഫസ്റ്റ് റോലി ഏതാണ് ഇതിൽ പോട്ട് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതിന് നമ്മളൊരു ടിക്ക് കൊടുക്കണം. അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ പോട്ട്, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പോട്ട്. ഇതിലേതാണ് പോട്ട് വരിക? ഓക്കെ, ഫസ്റ്റ് പാനുണ്ട്, പിന്നെ വരുന്നതാണ് പോട്ട്. അപ്പോൾ പോട്ടിന് എന്ത് ചെയ്യാൻ കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ടിക്കറ്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ ഫസ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത് നമ്മൾ നോക്കാം. ഇതിൽ ഹെൻ ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ബുക്കിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഹെന്ന്, കോക്ക്, ഓൾ, ഡക്ക് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഹെന്ന് എന്ന് പറയുന്ന ഇതുമായി സാമ്യമുള്ള അല്ലെങ്കിൽ അതുമായി കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബേർഡ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഡക്ക് ഉണ്ട്, ഔളുണ്ട്, അതുപോലെ തന്നെ ഹെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഹെന്ന് ഏതാണ്? ഓക്കെ, നമുക്കറിയാം ഹെന്ന് ഏതാണ്. ഹെന്ന് എന്ന് പറയുന്നത് ഇതാണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഹെന്നിൻ്റെ കോളത്തിൽ നമ്മളൊരു ടിക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇതിൽ ബാറ്റാണ് ചോദിച്ചിട്ടുള്ളത്. ബാറ്റ് ഏതാണ്? നമുക്ക് ബാറ്റ് ഏതാണെന്ന് അറിയണം. ബാറ്റ് നമുക്ക് നോക്കാം. ഇതിൽ പിക്ചർ നമുക്ക് നോക്കാം. ഓക്കെ, ബാറ്റല്ലേ കൊടുത്തിട്ടുള്ളത്? അപ്പോൾ ബാറ്റിലല്ലേ ടിക്ക് ഇടേണ്ടത്? ഓക്കെ, അപ്പോൾ ബാറ്റ് ഈ 3 പിക്ചറിൽ ബാറ്റ് ഏതാണ് വരുന്നത് എന്ന് നമ്മൾ നോക്കണം. അതിനനുസരിച്ച് ബാറ്റിൻ്റെ താഴെ കൊടുത്തുള്ള ചെറിയ കോളത്തിൽ നമ്മളൊരു ടിക്ക് ഇടണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് പിക്ചർ എന്താണ്? ഫസ്റ്റ് പിക്ചർ ഒരു സോക്സ് ആണ്. സെക്കൻഡ് പിക്ചർ എന്താണ്? ഒരു ബാറ്റാണ്. തേർഡ് പിക്ചർ എന്താണ്? ഹാറ്റാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതാണ്? ബാറ്റാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ബാറ്റിൻ്റെ കോളത്തിൽ എന്ത് വേണം? ഒരു ടിക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിച്ചത്. എന്താണ് ടിക്ക് ബിലോ ദ കറക്റ്റ് ഇമേജ്? കറക്റ്റായിട്ടുള്ള ഇമേജിനനുസരിച്ച് അവിടെ കൊടുത്തിട്ടുള്ള പേരുകൾ എന്ത് വേണം? പേരുകൾക്കനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ച് അതിൽ ടിക്ക് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, റിപ്പീറ്റ് ചെയ്ത് കാണണം. കുട്ടികളാണ്, വീണ്ടും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലാണ് അവർക്കത് ക്യാച്ച് ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മാച്ച് ദ നമ്പർ നെയിം. ഇത് ചെറിയ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. നമ്പർ എന്നുള്ളത് അവർ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് കേട്ടോ. നോക്കാം. മാച്ച് ദ നമ്പർ നെയിം, അതായത് താഴെ കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. 3 നമുക്ക് വായിച്ചു നോക്കാം. 3, 10, 11 അല്ലേ. അതൊക്കെ എന്താണ്? ഒരു നമ്പറുകളുടെ പേരാണ്. നമ്പറുകൾക്ക് നമ്മൾ പറയുന്ന പേരാണ്. ആ പേരുമായി വരുന്ന നമ്പറുകൾ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അതുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടും പരസ്പരം കണക്റ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. 3 ഫസ്റ്റിനെ നോക്കാം. 3 ഇതിൽ 3 വരുന്നത് ഏതാണ്? ഒന്നാമത്തേതാണോ ഒന്നാമത്തേതാണോ രണ്ടാമത്തേതാണോ മൂന്നാമത്തേതാണോ 3 വരുന്നത്? നമുക്കറിയാം 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണല്ലേ. അപ്പോൾ എന്ത് വേണം? 3ലേക്ക് ഈ 3 എന്ന് പറഞ്ഞ വേർഡ് കണക്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. 10 ആണ് പറഞ്ഞത്. നെക്സ്റ്റ് 10. അപ്പോൾ 10 നമുക്ക് നോക്കാം. ഇതാണോ 10 വരുന്നത് അല്ലേ? നമുക്കറിയാം ഇതാണ് 10 വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ 10ലേക്ക് ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? 11 ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 11 എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 9 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും. മാച്ച് ദ നമ്പർ നെയിം എന്നാണ് ചോദിച്ചത്. നമ്പർ
നമ്പറിൻ്റെ പേരിനനുസരിച്ചുള്ള നമ്പറിനെ കണക്ട് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ടിക്ക് ദ ഓഡ് വൺ ഔട്ട്. എന്തിനാണ് ഒറ്റപ്പെട്ടതിനെ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുള്ള പിക്ചേഴ്സിൽ നിന്ന് ഒറ്റപ്പെട്ടിട്ടുള്ള പിക്ചേഴ്സിനെ ഒറ്റപ്പെട്ടുള്ളതിനെ എന്ത് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്, അതിനെ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്, കളേഴ്സാണ് അല്ലേ. ഫസ്റ്റ് കളേഴ്സാണ്. അപ്പോൾ ഈ കളേഴ്സ് 3 കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ കളറിൽ നിന്ന് എന്താണ് ചോദിച്ചത്, അതിൽ ഒരൊറ്റപ്പെട്ട കളറുണ്ട്. എന്താണ് അപ്പോൾ നോക്കാം. ഒന്നാമത്തെ പിക്ചർ ഏതാണ്, യെല്ലോ കളർ അല്ലേ. സെക്കൻഡ് പിക്ചർ ബ്രൗൺ കളർ. തേർഡ് പിക്ചർ യെല്ലോ കളർ. വാട്ട് ഈസ് ദ odd one in this picture? ഏതാണ്, which is the odd one in this picture? ഓക്കെ, നമുക്കറിയാം 2 യെല്ലോ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഒരു ബ്രൗൺ ആണല്ലേ. അപ്പോൾ ബ്രൗൺ ഈസ് ദ എന്താണ്, ടിക്ക് ചെയ്യണം നമ്മളതല്ലേ. ബ്രൗൺ അല്ലേ ഇതിൽ ഓടായിട്ട് വരുന്നത്, അപ്പോൾ ബ്രൗൺ നമ്മൾ ടിക്ക് കൊടുക്കാം. നെക്സ്റ്റ് പിക്ചർ നോക്കൂ. എന്താണ്, നമുക്ക് 3 കാറ്റുകൾ കാണുന്നുണ്ട് അല്ലേ. 3 കാറ്റുകളുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ വ്യത്യാസം? എല്ലാതും ഒരു സൈഡിലേക്കാണ്. 3 കാറ്റുകൾ ഇരിക്കുകയാണ് അവർ. പക്ഷെ അതിൽ 2 കാറ്റുകൾ എന്താണ്, ഒരേ പൊസിഷനിലേക്കാണ് അവർ തിരിഞ്ഞിട്ടുള്ളത്. പക്ഷേ മറ്റേത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ടേൺ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ വിച്ച് ഈസ് ദ ഓഡ് വൺ? അപ്പോൾ നമുക്കറിയാം ഈ രണ്ടും ഒരേ സൈഡിലേക്കും ഒന്ന് മറ്റേ സൈഡിലേക്കും ആണെങ്കിൽ മറ്റേ സൈഡിലേക്ക് നീങ്ങിയിരിക്കുന്നതിന് അല്ലെങ്കിൽ തിരിഞ്ഞിരിക്കുന്നതിന് നമുക്ക് ഓഡായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാം. എന്താണ് ഒരു ലയൺ ഉണ്ട്, ഒരു ഗോൾഡ് ഫിഷ് ഉണ്ട്, ഒരു എലിഫൻ്റ് ഉണ്ട്. അപ്പോൾ ഏതായിരിക്കും? നമുക്ക് തന്നെ അറിയാം ലയൺ എന്ന് പറയുന്നത് ഒരു ആനിമലാണ്, എലിഫൻ്റ് ആനിമലാണ്. പക്ഷേ ഗോൾഡ് ഫിഷ് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ കൺസിഡർ ചെയ്യാൻ കഴിയില്ല അല്ലേ. ആനിമലിൻ്റെ കാറ്റഗറിയിൽ കൺസിഡർ ചെയ്യാൻ കഴിയുമോ? ഇല്ല. ഇനിയിപ്പോൾ ആ രൂപത്തിൽ അല്ലെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ലയണ് എലിഫൻറ്റും ഒരേ സൈഡിലേക്കാണ് അവരുടെ ഫേസ് വെച്ചിട്ടുള്ളത്. പക്ഷേ ഗോൾഡ് ഫിഷിൻ്റെ ഫേസ് എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ്. അപ്പോൾ നമുക്ക് ഏതെന്ന് പറയാം, ഗോൾഡ് ഫിഷ് ഈസ് ദ ഓഡ് വൺ എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് ഓഡ് വണ്ണിനെ നമ്മളോട് ടിക്ക് ഇടാനാണ് പറഞ്ഞത്. ഒറ്റപ്പെട്ടത് ഏതാണോ താഴെ കൊടുത്തിട്ടുള്ളത് അതിൽ ടിക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. Unscramble the letters to form correct words and write it in the box. താഴെ കൊടുത്തിട്ടുള്ള സ്പെല്ലിംഗ് ഒക്കെ മാറ്റിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. താഴെ 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ പിക്ചേഴ്സിൻ്റെ പേരെന്തുണ്ട്, അപ്പുറത്തുണ്ട്. പക്ഷെ അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അക്ഷരങ്ങൾ ശരിയായ ക്രമത്തിൽ അത് എഴുതിക്കൊണ്ട് ശരിയായ വാക്കുകൾ, ഇവിടെ അക്ഷരങ്ങൾ ശരിയായ ക്രമത്തിലല്ല എഴുതിയിട്ടുള്ളത്. ലെറ്റേഴ്സ്, ആ ലെറ്റേഴ്സിന് ശരിയായ രൂപത്തിൽ എഴുതിയിട്ട് ഈ കോളത്തിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത് എന്താണ്, ഫോക്സ് അല്ലേ. ഫോക്സിന് എന്തൊക്കെയാണ് സ്പെല്ലിങ്? ഫോക്സിന് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് എഫ് വരുന്നുണ്ട്, ഒ വരുന്നുണ്ട്, എക്സ് വരുന്നുണ്ട് അല്ലേ. ഇതിലേതൊക്കെ ഉണ്ട്? നമുക്കറിയാം ഇതിൽ 3 ലെറ്ററും കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ എങ്ങനെ എഴുതണം? നമ്മളപ്പോൾ എങ്ങനെ എഴുതണം? നിങ്ങൾ പറ എങ്ങനെ എഴുതണം നമ്മളത്? അപ്പോൾ നമുക്ക് അറിയണ പോലെ തന്നെ അല്ലേ. എന്താണ്, എഫ് ഒ എക്സ് അല്ലേ, ഫോക്സ്. അപ്പോൾ അത് ശരിയായല്ലോ. നോക്കൂ, ഉണ്ടോ 3 ലെറ്റർ ഉണ്ട് അല്ലേ. നെക്സ്റ്റ് രണ്ടാമത്തെ പിക്ചറിലേക്ക് നോക്കാം. രണ്ടാമത്തെ പിക്ചർ എന്താണ്? രണ്ടാമത്തെ പിക്ചർ എന്ന് പറയുന്നത് ഒരു കപ്പാണ്. കപ്പ് നമ്മൾ എങ്ങനെ എഴുതുക സാധാരണ? കപ്പ് നമ്മൾ എഴുതുക CUP അല്ലേ. CUP ആണ് എഴുതുക. ഇത് നമുക്ക് നോക്കാം. ഇതിൽ സിയും പിയും യുയും ഉണ്ടോ നോക്കുക. അതിലുണ്ട് അല്ലേ. സിയും ഉണ്ട്, പിയും ഉണ്ട്, യുയും ഉണ്ട്. അപ്പോൾ നമുക്ക് നേരാക്കി ഇവിടേക്ക് എഴുതണ്ടേ. നമുക്ക് നോക്കാം, നേരാക്കി എഴുതാൻ പറ്റുമോ നോക്കാം. സി കപ്പ് യു പി അല്ലേ. അപ്പോൾ നമ്മളതും മാറ്റി എഴുതിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഇതുപോലൊക്കെ ക്വസ്റ്റ്യൻ തരും കേട്ടോ. അതായത് ഒരു വേർഡ് ഉണ്ടാവും, വേർഡിൻ്റെ ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് തരും. അപ്പോൾ നിങ്ങൾ എല്ലാം പഠിക്കണം കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. റീഡ് ദ ഫോളോയിങ്. താഴെ കൊടുത്തിട്ടുള്ള സംഭവങ്ങൾ നമ്മളോട്, അല്ലെങ്കിൽ കുറച്ച് സെൻറ്റൻസുകളുണ്ട്, അത് വായിക്കാനാണ് പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. എന്താണ് ഫസ്റ്റ് വരുന്നത്?
ഇതിനൊക്കെ നിങ്ങൾക്ക് മാർക്കുണ്ട് കേട്ടോ. 10 മാർക്കാണ് ഈ 5 സെൻറ്റൻസുകൾ നിങ്ങളോട് വായിച്ചു കഴിഞ്ഞാൽ. എ ബിഗ് പിഗ് അല്ലേ, ഫസ്റ്റ് നമ്മൾ വായിച്ചു. എന്താണ് നമ്മൾ ടീച്ചർക്ക് വായിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കിട്ടും. അപ്പോൾ ഒന്നാമത്തെ എന്താ വായിക്കുക? എ ബിഗ് പിഗ് അല്ലേ. നെക്സ്റ്റ് നോക്കാം. എ റെഡ് ഹാറ്റ്. എ റെഡ് ഹാറ്റ്. നെക്സ്റ്റ് നോക്കാം. എ ബിഗ് ബോക്സ്. എ ബിഗ് ബോക്സ്. ഹഗ് എ പബ്. ഹഗ് എ പബ്. എ കാറ്റ് ഓൺ ദ മാറ്റ്. എ കാറ്റ് ഓൺ ദ മാറ്റ്. അപ്പോൾ നിങ്ങൾ ഇത് വായിച്ചു കൊടുക്കണം. ഫസ്റ്റ് എ ബിഗ് പിഗ്, എ റെഡ് ഹാറ്റ്, എ ബിഗ് ബോക്സ്, ഹഗ് എ പബ്, എ കാറ്റ് ഓൺ ദ മാറ്റ്. അപ്പോൾ നിങ്ങളിതൊക്കെ കുട്ടികളെ കൊണ്ട് വായിപ്പിക്കണം, ചെയ്യിപ്പിക്കണം. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇത് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും, നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങൾ കണ്ടെത്താൻ ഡിസ്ക്രിപ്ഷനിൽ ബോക്സിൽ നമ്പർ കൊടുക്കും. അപ്പോൾ കോൺടാക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് 2-3 വർഷങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ്? റൈറ്റ് വാട്ട് കംസ് ഇൻ ബിറ്റ്വീൻ. അതായത് എന്താണ് ഇതിൻ്റെ ഗ്യാപ്പിൽ വരുന്നത്? അത് 2 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ നമ്പേഴ്സിൻ്റെ ഗ്യാപ്പിൽ വരുന്ന ലെറ്റർ ഏതാണെന്നാണ്, അല്ലെങ്കിൽ നമ്പർ ഏതാണെന്നാണ് ചോദിച്ചത്. നമുക്ക് നേരെ നോക്കാം. 12 നെക്സ്റ്റ് 14 ഉണ്ട്. അപ്പോൾ ഇവിടെ ഏതായിരിക്കും വരിക? ഇപ്പുറത്ത് 12 ഉണ്ട്, ഇപ്പുറത്ത് 14 ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഏതായിരിക്കും വരിക? നമുക്ക് കൊണ്ടു നോക്കാം. 12 13 അല്ലേ, 13 അല്ലേ വരിക? ഓക്കെ, 12 13 14 അല്ലേ? ഈസ് ഇറ്റ് ഓക്കെ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. 5 6 7 5 6 7. നെക്സ്റ്റ് ഏത് വരും? നെക്സ്റ്റ് നമുക്ക് നോക്കാം. 8 10 8 9 10 8 9 10. നെക്സ്റ്റ് ഏത് വരും? 20 21 22 20 21 22. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ പാർട്ടായിട്ട് അടുത്ത വീഡിയോകളിൽ നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.